പാകിസ്ഥാൻ സാമ്പത്തികമായി തന്നെ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി സൗദി അറേബ്യയുടെ ഉന്നത വ്യോമസേനാ കമാൻഡർമാരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു ലോകമെമ്പാടുമുള്ള വ്യോമസേനാ മേധാവികളുമായി തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഓപ്പറേഷൻ സിന്ധൂറോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം കൂടുതൽ അവിടെ ആഗോളവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ആർമി ചീഫ് ഫീൽഡ് മാർഷലായ അസീം മുനീർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തന്നെ 2 തവണയാണ് കൂടിക്കാഴ്ച നടത്തിയത്. സ്വന്തം രാജ്യം ആഭ്യന്തര സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ ആർമിയും വ്യോമസേനയും വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക നേതൃത്വം സുരക്ഷ, സാമ്പത്തിക, ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിൽ ബാഹ്യ പങ്കാളിത്തവുമായി തന്നെ നേരിട്ട് ഇടപഴകാൻ എങ്ങനെ ശ്രമിക്കുന്നുവെന്നതാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഈ ഒരു വിദേശ സന്ദർശനങ്ങൾ തെളിയിക്കുന്നതെന്നാണ് വിദഗ്ധർ വിശ്വസിക്കപ്പെടുന്നത്. അമേരിക്ക മുതൽ ചൈന, സൗദി അറേബ്യ, ലിബിയ, കിഴക്കൻ യൂറോപ്പ് വരെയുള്ള രാജ്യങ്ങൾ ഇത് ഉൾപ്പെടുന്നുണ്ട്. ഈ സന്ദർശന വേളയിൽ പരിശീലന, പരസ്പര പ്രവർത്തനക്ഷമത, പ്രതിരോധ വ്യാപാരം, വിവിധ രാജ്യങ്ങളുമായുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിൽ തുടക്കമിട്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ സൗദി വ്യോമസേനാ മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോടുകൂടി തന്നെ പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക സുരക്ഷ, ചലനാത്മകത, ഭാവി പ്രതിരോധ സഹകരണം എന്നിവ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. 2 സഹോദര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശക്തമായ സാഹോദര്യ ബന്ധത്തെ സൗദി പ്രതിരോധ നേതൃത്വം പ്രശംസിച്ചതായും ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾക്കിടയിൽ നിലനിൽക്കുന്ന അടുത്തതും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സഹകരണത്തെ പ്രശംസിച്ചതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ആധുനിക യുദ്ധത്തിന്റെ സങ്കീർണതകൾ പരിഹരിക്കുന്നതിൽ അവിടെ വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾ വർദ്ധിച്ചു വരുന്നതും അതിന്റെ പ്രാധാന്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട സംയുക്ത പരിശീലനത്തിനായുള്ള പ്രവർത്തന സഹകരണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ സമ്പന്നമായ പ്രവർത്തന അനുഭവം ഇതിൽ പ്രയോജനപ്പെടുത്തു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സൗദി അറേബ്യയുടെ സൈനിക നേതൃത്വം ശക്തമായ താല്പര്യം ഇതിൽ പ്രകടിപ്പിച്ചതായും അവർ ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കുന്നു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെ ആ ഒരു സമീപനത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലുള്ള സഹകരണത്തിന്റെ ആ നിലവാരത്തിൽ ഉഭയകക്ഷി ബന്ധവും അതുപോലെ വലിയ രീതിയിലുള്ള പ്രകടനവും ഇതിൽ സംയുക്ത പരിശീലനവും എല്ലാം തന്നെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സഹകരണം, പ്രൊഫഷണൽ, വൈദഗ്ധ്യ കൈമാറ്റം എന്നിവ ഉൾപ്പെടെ തന്നെ ഇതിൽ മെച്ചപ്പെടുത്താൻ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്നതാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പങ്കിട്ട മൂല്യങ്ങൾ, പരസ്പര ബഹുമാനം, തന്ത്രപ്രധാനമായ വിന്യാസം എന്നിവയിൽ തന്നെ അധിഷ്ഠിതമായ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ചരിത്രപരമായും അതുപോലെ വലിയ രീതിയിലുള്ള ബന്ധം അത് കാത്തുസൂക്ഷിക്കാൻ തന്നെ ഇവർ വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ നടത്തുമെന്നത് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ അവർ പുറത്തിറക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.